അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് കൊണ്ടുവരുന്ന ഒന്നാമത്തെ കാര്യമാണ് ശക്തി എന്ന് പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 4-ാമത്തെ അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ഹല്ലേലൂയ. അപ്പോ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? സാക്ഷ്യം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഈ ശിഷ്യന്മാരെ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തില് നമ്മൾ കാണുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. 20-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തില് യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഈ ശിഷ്യന്മാർ നോക്കണം, ഇവർ വാതിലടച്ചു ഭയപ്പെട്ട് യഹൂദന്മാരെ പേടിച്ചിരുന്നവരാണ്. യഹൂദന്മാരെ തങ്ങളെ കൊന്നുകളയുമെന്ന് വിചാരിച്ചിരുന്നവരാണ്. യഹൂദന്മാര് തങ്ങളെ ഇല്ലായ്മ ചെയ്യുമെന്ന് വിചാരിച്ചതാണ്. യഹൂദന്മാര് യേശുവിനെ അവൻ ക്രൂശിൽ തറച്ചു വന്നപ്പോൾ പത്രോസും യോഹന്നാനും ഒക്കെ വിചാരിച്ചു, ഇതോടെ ഞങ്ങളുടെ കഥ കഴിഞ്ഞു. യേശുവിനെ കുറിച്ച് ഇനി ഒരക്ഷരം പറയരുതെന്ന് അവൻ പിലാത്തോസ് അടക്കമുള്ളവർ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് യേശുവിനെ കുറിച്ച് പറയുവാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ചിരുന്നു. ഹല്ലേലൂയ. അവർ ഭയപ്പെട്ടു. വന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ ഭയം മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഭയത്തെ എടുത്തു മാറ്റുവാൻ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനല്ലാതെ നമ്മുടെ ഭയത്തെ മാറ്റുവാൻ കഴിയുന്നില്ല. കാരണം ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വരണമെങ്കിൽ നമ്മുടെ ഭയം എടുത്തു മാറ്റണം. ഭയം മാറണം. ഹല്ലേലൂയ. പൗലോസ് ഭയപ്പെട്ടിരുന്നു. അതെ, പത്രോസ് ഭയപ്പെട്ടിരുന്നു. യോഹന്നാൻ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് മാറിയ വഴിയിൽ അവർ കഥയടച്ചിരുന്നത്. എന്നാൽ യേശു കർത്താവ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം